വീഡിയോസ് സെൻഡ് ആവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പം ഓർക്കാറില്ല നമ്മൾ വൃത്തിയില്ലാതെ പറഞ്ഞിട്ടും. പിന്നെ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഇൻസൾട്ടാണോ എന്ന് പോലും ചിന്തിക്കാണ്ടായി ചെയ്യുന്നത്. അവർക്ക് ഇൻസൾട്ടായിരുന്നിരിക്കണം. ഇപ്പം എൻ്റെ വീട് കാണണം, ചെയ്യുമല്ല അതിൻ്റെ 100 ഇരട്ടി വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റില്ല വൃത്തിയാക്കാനോ ഇതാക്കാനോ ഒന്നും. എൻ്റെ ബോഡി ഞാൻ വൃത്തിയാക്കുന്നതല്ലാണ്ട് എനിക്ക് എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കാൻ ഒരു ദിവസമൊക്കെ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഓരോ പണിയും ചെയ്ത് തീർക്കുന്നത്. അതുപോലെയാണ് എൻ്റെ വാഷ് ബേസിനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അറയ്ക്കും. ആ രീതിയിൽ എനിക്ക് തന്നെ അറയ്ക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ വാഷ് ബേസിൻ വൃത്തിയാക്കാൻ എനിക്ക് ടൈം എടുക്കും. ഞാൻ അന്ന് ചെയ്തതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് ഇന്ന് ഓരോന്നിലും എനിക്ക് കാണിച്ച് തരികയാണ്. മനസ്സിലായോ? ഞാൻ അവിടെ ചെന്നിട്ട് നീറ്റായി പോകുമ്പോൾ അവർ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡും പാരൻസൊക്കെ ചീത്ത പറയുന്നത്, അത് കണ്ട് പഠിക്കുക, ഇങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ വീടിങ്ങനെ വലിച്ചു വാരിയിടലല്ല എന്നൊക്കെ. പക്ഷേങ്കിൽ ഞാൻ പിന്നീടുള്ളത് ഓർക്കുന്നില്ല. ചിലപ്പോൾ എന്നെ വെച്ച് അവരെ കമ്പാരിസൺ ചെയ്ത് വീട്ടിൽ അവരെ പറയുന്നുണ്ടാവാം. മനസ്സിലായോ? ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ലൈറ്റർ എടുക്കട്ടെ. ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഞാനത് ചെയ്തപ്പോൾ മറ്റുള്ളവർക്കുള്ള ഫീലിങ്സ് എന്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ ആരെയും ഒരു രീതിയിലും കളിയാക്കാണ്ടിരിക്കുക, പിന്നെ ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കുക. ഒരാൾ വെള്ളം തന്നാൽ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വെള്ളം തരികയോ പിന്നെ ഒരാളെ വീട്ടിൽ അത് ചെന്ന് വൃത്തിയില്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. ഞാൻ ചെന്ന് പതിയെ അടുക്കളയിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് അവരറിയാണ്ട് എടുത്തുകൊണ്ട് വന്ന് ഞാൻ കഴുകി പറക്കിയെടുക്കും. ഗ്ലാസ്സൊക്കെ ഇങ്ങനെയുണ്ട്, ഗ്ലാസ്സിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഞാനെടുത്ത് വെച്ച് നോക്കൂട്ടാ വൃത്തിയുണ്ടോ. ഇതൊക്കെ സ്പൂണടക്കം, ചായേൻ്റെ ഒക്കെ ഇതടക്കം ഞാൻ നോക്കും. സ്പൂണിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നില്ലേ, ഇതൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ എടുക്കുള്ളൂ, പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നുള്ളൂ. അത് ഞാനിപ്പോൾ നേരെ ഉൾട്ടയായി തീർന്നു. അതേപടി ആയി തീർന്നു. അതാണ് കർമ്മ എന്ന് പറഞ്ഞ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം ഒരു നിമിഷം ദൈവത്തിന് തോന്നിയാൽ മതി, തിരിച്ച് നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുക, ദൈവം ഞാനെന്നല്ല മറ്റാര് ചെയ്താലും കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് ചിന്തിക്കുക. നമ്മളാരെയും ദ്രോഹിക്കാണ്ടിരിക്കുക, ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കാണ്ടിരിക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വൃത്തി. എൻ്റെ വൃത്തി ആയിക്കോണമെന്നുള്ള മറ്റൊരാളുടെ വൃത്തി, അതൊക്കെ ചിന്തിക്കണം. എനിക്കുണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളതുകൊണ്ട് പരമാവധി മറ്റുള്ളവരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെയൊന്നും കാണിക്കാണ്ടിരിക്കുക, കുത്തി വേദനിപ്പിക്കാണ്ടിരിക്കുക. എന്നെ ഇപ്പോൾ കുത്തി വേദനിപ്പിക്കലുണ്ട് എൻ്റെ കുടുംബക്കാരൊക്കെ വന്നാൽ. ഞാൻ പറയില്ല, 4 പേരല്ല 3 പേര് വരുമ്പോൾ ഇതുപോലെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. അന്ന് ഞാനാണ് അവർക്ക് വൃത്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് അവരിവിടെ വരുമ്പോൾ എന്നെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. ഞാൻ മൈൻഡ് ആക്കലില്ല. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ചൂടാവും. ഞാൻ പറയും, നിങ്ങൾ ജനിച്ചിട്ട് ഇന്നേവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഈ ഒരു ഇതിലൊന്നും ചോദിക്കലുണ്ട്. ഇന്നേവരെ എൻ്റെ വീട് ഇങ്ങനെ കിടക്കേ, എൻ്റെ വാഷ് ബേസിൻ ഇങ്ങനെ കിടക്കേ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. പിന്നെ മിണ്ടൂല. പിന്നെന്താ നിനക്ക് എന്താ പറ്റിയെന്നാണ് ചോദിക്കണേ. എന്താ പറ്റിയെന്ന് ഞാൻ പറയും, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലേന്ന് ഞാൻ ചോദിക്കലുണ്ട്. എന്താ പറ്റിയെന്ന് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണം എന്ന് പറയലുണ്ട്. അത് ദൈവത്തിന് ഒരു നിമിഷം മതി. നമ്മുടെ ബ്രെയിനിലൂടെ തോന്നണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ. നമ്മുടെ ബ്രെയിൻ വിചാരിച്ചാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നിൽക്കുന്ന നിമിഷത്തിൽ മനുഷ്യൻ മാറാറുണ്ട്, പല ചേഞ്ചസ് വരാറുണ്ട്. ചിലർ നിൽക്കുന്ന നിപ്പിൽ, ഞാൻ കേട്ടതല്ല, ഞാൻ വായിച്ചതാണ്. നേരത്തെ പണ്ട് ഞാൻ നല്ലോണം റീഡ് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പം ഇല്ല. നല്ലൊരു വ്യക്തിയാണ്, നാട്ടിലേ നല്ലൊരു വ്യക്തിയാണ്. പിന്നീട് ആ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ഹോർമോണിൻ്റെ ഒരു പ്രശ്നം കാരണം അയാൾ നടന്ന ആ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മൊത്തം വെളുപ്പിനെ ഇരുന്ന് ഫോൺ ചെയ്യൽ, അവരൊക്കെ വീടുകളിൽ പോയി മോശം പറച്ചിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അത്രയും നാളും ആരും കേട്ടിട്ടില്ല, ആ മനുഷ്യനെക്കുറിച്ച് ഒരു ചീത്ത കാര്യം പോലും കേട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നാണ് അങ്ങനെയൊന്ന് സംഭവിച്ചത്. അപ്പോൾ ഓർക്കുക,